ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇതുപോലൊരു ഈവനിങ് ഇമേജ് കാസിൻ്റെ മുന്നിൽ വന്നിരിക്കുമെന്നോ നിങ്ങളോട് സംസാരിക്കുമെന്നോ ഒന്നും കാരണം ഒരിക്കലും വിചാരിച്ചില്ല. ദാറ്റ് ഈസ് ഡെസ്റ്റിനി. മണിക്കല്ലാൽ മെനുമെനഞ്ഞ് മാമണിക്കൊട്ടാരം കണ്ടോ? ദൂരെ കാണാൻ കൊട്ടാരം എൻ്റെ മായ കൊട്ടാരം. ഞാനും ജോലിയും ചെയ്യുക. ഓക്കെ, എൻ്റെ സ്വഭാവത്തിന് ഇത് ചെമ്പരത്തി പൂവാ വെക്കണത് ചെവിയിൽ. This should be an exclusive visual for you guys. Yeah, you can only watch one. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ സംഭവബഹുലമായ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. നമ്മളില്ല കിട്ടുന്നില്ല ഇവിടെ എങ്ങും റൂം ഇത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടാണ്. ഓക്കെ, സോ എനിവേ ദിസ് പ്ലേസ് ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഐ ലവ് ഇറ്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ബട്ട് ഐ ലവ് ഇറ്റ്. ഓക്കെ, സോ പീപ്പിൾ ആർ സോ കൈൻഡ് ആൻഡ് ഗുഡ്. ഇനിയിപ്പോൾ ഞാൻ 2 ഡേയ്സിനേക്ക് ഞാൻ വീണ്ടും ഹിമേജിയിലോട്ട് പോവാണ്. കാരണം ഇവിടെ ഒസാക്കയിൽ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ല എക്സ്പോ നടക്കുന്നു. ഒസാക്ക കിട്ടുന്നില്ല. ഇവിടെ കോബയിലും ഒസാക്കയിലും നിയറസ്റ്റ് അല്ലേ, എല്ലാം നിയറാണ്. വെരി വെരി മച്ച് നിയർ ടു ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ക്യോട്ടോ ഓൾ ദിസ് ഓൺലി 30 മിനിറ്റ്സേ ഉള്ളൂ ട്രെയിന്. സോ എല്ലാം കൊണ്ടും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ടൈമാണ് ഞാൻ വന്നത്. ഞാൻ പീക്കാണ് ഏപ്രിൽ. ദിസ് ഇസ് ഇപ്പം 15ന് ശേഷം ഉള്ളത് ഗോൾഡൻ വീക്സ് ആണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ എക്സ്പോയും കൂടെ വന്നപ്പോഴത്തേക്ക് ടോട്ടലി കൺജസ്റ്റഡ്. ബട്ട് എനി ഹൗ, സോ ദാറ്റ്സ് വൈ ഐ എം എനിവേ ദാറ്റ് ആൾസോ ചേഞ്ച്. ഓക്കെ, പുള്ളിക്കാരൻ എപ്പോഴും പറയും എപ്പോഴും വലിയ വലിയ ഹോട്ടലിൽ മാത്രം താമസിച്ചാൽ പോരെ, എല്ലാം ക്യാപ്സ്യൂൾ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറയും. ഞാൻ പറയും ഓക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതാണ് ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എടുക്കേണ്ടി വന്നപ്പം ഓക്കെ ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ ഗുഡ്. ഓക്കെ, സോ ഇവിടെ അത്ര ചീപ്പൊന്നും അല്ലല്ലോ ഇടം കേട്ടോ. ഓരോന്നിനും എല്ലാത്തിനും പൈസയാണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഹോട്ടലിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ല അവിടെ എനിക്കൊരു ഗ്യാങ് ഉണ്ടാവും. ഇവിടെ വന്നപ്പോഴും പെട്ടെന്ന് അവർ 3-4 പേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർ എന്താ പറയുക പാരീസിലുള്ള പയ്യനെ അവൻ ഇവിടെ 2 മന്ത്സിലേക്ക് ഇവിടെ വർക്ക് ചെയ്യുവാണ് കേട്ടോ. സോ അവനിന്ന് എന്നോട് പറഞ്ഞു രാവിലെ. അപ്പോൾ അവന് പോയിട്ട് 2 ദിവസം എല്ലാവരും നല്ല പിള്ളേർ. അലക്സ് അവർ ചൈനക്കാരൻ ഇന്നലെ പോയി. എല്ലാവരും നല്ലൊരു. പിന്നെ ഒരു US പുള്ളിക്കാരനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇന്ന് എന്താ പറയുക ഞാൻ ഇന്നലെ രാത്രി വന്ന് കണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടെങ്കിലും ലേറ്റായി അങ്ങ് പോയിട്ട്. ഇന്ന് രാവിലെ അവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ എല്ലാവർക്കും കോഫിയൊക്കെ ടീ ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഓക്കെ, ടീ എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഞാനും ഒക്കെ കുടിച്ച്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അറിയാമല്ലോ, എൻ്റെ കയ്യിൽ കുറേ സാധനം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മേടിച്ചെല്ലാം ഹീറ്റപ്പ് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് ഈവൻ വിത്ത് ബനാന. സോ ഞാൻ ഒന്നും അധികം കഴിച്ചില്ല. ഒരു ഇതിൻ്റെ എന്താ പറയുക സാൻഡ്വിച്ചിൻ്റെ പകുതി അതിൻ്റെ ഒരു ചായ അത്രേ കഴിച്ചു. അത് കുഴപ്പമില്ല, എനിക്ക് വയറ് നിറഞ്ഞു. കാരണം ഐ ആം സോ ഹാപ്പി വിത്ത് ദം. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കാര്യം ഇന്ന് ഇവിടെ ഒരു വലിയ ഇവന്റ് നടക്കുന്നുണ്ടായിരുന്നു നൈറ്റിൽ. അതിനകത്ത് ഞാൻ അത് കാണിച്ചു തരാം വിശദമായിട്ട്. പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഇതൊക്കെ ആയിട്ട് കാര്യം അത് പുള്ളിക്കാരൻ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ഇന്ന് രാത്രിയിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഐ ആം ലീവിങ്. എൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിന്നെടുക്കുന്നത്. ഓക്കെ, സീ യു സൂൺ. ബൈ. ദിസ് ഈസ് മൈ ന്യൂ ഹോം. ഓക്കെ, എൻ്റെ മുഖത്ത് ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഐ ആം സോ ഹാപ്പി. വിമൻസ് ബാത്റൂം. ഓക്കെ, ഷവർ റൂം പ്രത്യേകം, ടോയ്ലറ്റ് പ്രത്യേകം, എല്ലാം വിമൻസിന് 2 മെമ്പേഴ്സ് സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, സോ വിമൻസ് ഉള്ളി, വിമൻസ് ഉള്ളി. നമുക്ക്
നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക്. സോ ഇതെനിക്ക് ആ സക്കൂറ മറ്റേ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ കുട്ടിയാണ് അവള് ഇത് ചെയ്ത് തന്നെ പെട്ടെന്ന്. ഓക്കെ, കാരണം എൻ്റെ ടെൻഷൻ കാണുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് കോഫിയൊക്കെ ഉണ്ടോ ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. ചായ കൊടുത്ത് ഇങ്ങനെ നിന്ന് അങ്ങനെ ഫ്രഷ് ഉള്ളി മറ്റൊരു കിച്ചണല്ല ഓഫ് കോഴ്സ്. ഇത് ബാക്കിയെല്ലാം ഉണ്ട്, ഓവനുണ്ട്, കെറ്റിലുണ്ട്, നമുക്ക് വേണ്ടതുണ്ട്, കോഫി ഓവനും ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ ട്രെയിൻ സ്റ്റേഷൻ്റെ അവിടെ തന്നെ നല്ല സ്റ്റോപ്പുണ്ട്, ബേക്കറി ഉണ്ട്, പ്രൊവിഷൻ സ്റ്റോറുണ്ട്, നല്ല വലുത് ഡിപ്പാർട്ട്മെന്റ്, ഭയങ്കര സ്റ്റോർ. അത് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് പഴമൊക്കെ മേടിച്ച് അവിടെ കൊടുത്ത് എല്ലാം വന്ന് മിൽക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് 2 ദിവസത്തേക്ക് ഉള്ളതുകൊണ്ട് ചെറുതാണ് മേടിച്ചത്, പിന്നെ കൂടുതലായിരിക്കും. ഓക്കെ, കാരണം ബ്ലെൻഡി കോഫി. ഓക്കെ, സോ തിങ്സ് ഐ ലവ് ഇറ്റ് സീരിയസ്ലി. ബിക്കോസ് ഞാൻ എപ്പോഴും വലിയ ഹോട്ടൽസ്, ഒരു വലിയ ഹോട്ടലിൽ ഞാൻ കാണിച്ചു തരാം. റൂമെന്ന് പറഞ്ഞാൽ ഇത് ഇവർക്ക് സെപ്പറേറ്റ് റൂമില്ല, ചിലർക്ക് നമുക്ക് സെപ്പറേറ്റ് റൂം ഉള്ളതുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അതില്ല, ബാക്കിൽ നിങ്ങളെ കാണിച്ചപ്പോഴാണ്. സോ അപ്പം അതുകൊണ്ട് എനിക്കൊരു കുറച്ചൊരു ഇതുണ്ടായിരുന്നൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ ദിസ് ഇസ് ലൈക്ക് സംവാട്ട് വെരി, ഞാൻ പ്രതീക്ഷിച്ചതിലേക്ക് ഒരുപാട് നല്ലതാണ്. ഓക്കെ, സോ കാരണം എപ്പോഴും പറയുമെങ്കിലും എനിക്ക് ആ ഒരു ഗഡ്സ് ഇല്ലായിരുന്നു, അങ്ങനെ നമ്മൾ ആ യൂസ് അല്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ എനിക്കൊരു മുറിയിൽ ഒറ്റയ്ക്ക് പറഞ്ഞു ഒരു അങ്ങനെ ശീലിച്ചത് കൊണ്ട് എന്തോ ഒരു കുഴപ്പമായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി. ഇനിയിപ്പോൾ അയക്കാൻ ഏത് വെള്ളത്തിട്ടാലും നീന്തും എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ ഇറ്റ്സ് സോ നൈസ്. എല്ലാത്തിനും ഉപരി ഹൗ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, സോ തിങ്സ് അതിൻ്റെ സ്പെഷ്യലി ടവൽസ് എല്ലാം തരുന്നുണ്ട്. ഓക്കെ, സോ ഇത് മെൻസിൻ്റെ റൂം. ഓക്കെ, മെൻസിൻ്റെയാണ് ഷവർ റൂം എല്ലാം. അതുപോലെ തന്നെ നമുക്കത് ഇത് ചെയ്യാൻ ഹാങ്ങർ. ഓക്കെ, ലേഡീസ് ജെന്റിൽമെൻ. ആൻഡ് അത് ഞാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലിനേക്കാളും എനിക്ക് ഇവിടുത്തെ റെസ്റ്റ് റൂംസ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് ഷൂസൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല, ഇവിടെ ചെരുപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സി ക്യാൻ സി ഇറ്റ് സ്പേസ്, യു സി ദ സ്പേസ്. ഓക്കെ, ലൈക്ക് ദാറ്റ് ടു. വൺ മോർ ഇസ് ദെയർ. എവരിത്തിങ് നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്ക് അത് മാത്രം മതിയല്ലോ, എനിക്ക് ആകെ വേണ്ടതോ നിങ്ങൾക്കറിയാം. തിന്നില്ലേലും കുടിച്ചില്ലേലും ഒന്നുമില്ല. പക്ഷേ പിന്നെ താഴെ വേണ്ടവർക്ക് താഴെ, ഇതിപ്പോൾ നമ്മൾ വീടിനാണ് താഴെ ഇതിൻ്റെ അടുത്ത് അറ്റാച്ച് ചെയ്യുന്ന ബാറുണ്ട്, വേണ്ടവർക്ക് ബാറ് ഇവിടെ യൂസ് ചെയ്യാം. പക്ഷെ ഒന്നും സ്മോക്കിങ് ഒന്നും ഡ്രിങ്കിങ് ഇടല. നമ്മൾ കോഫി കുടിക്കാനുള്ള കഴിക്കാനുള്ള റൂം ഉണ്ട്, നല്ല ഫ്ലോറ്. ഓക്കെ, oh sorry, this one, that is right. This is what, but strictly no smoking. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തിങ് ഹിമേജി കാസിലിൻ്റെ തൊട്ട് മുമ്പിലാണെന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്യാസിൽ കാണാൻ അന്ന് വന്നിട്ട് ഓടിപ്പോകത്തില്ലായിരുന്നു, പോകത്തില്ലായിരുന്നു. സോ അതൊരു വലിയ നല്ല ദിസ് ഇസ് ഒസാക്ക. ബുക്സ് ഉണ്ട്, ജാപ്പനീസിലാണെന്ന് തോന്നുന്നു, കുറേ ബുക്സൊക്കെ ഉണ്ട്, ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. മേജി കാസിലിനെ കുറിച്ചൊക്കെ നല്ലൊരു ഫോട്ടോഷൂട്ട് കൊടുത്തേക്കുന്നൊരു പെണ്ണിൻ്റെ ഫോട്ടോ നല്ലുണ്ട്. എന്നെ ഇപ്പോൾ തടിച്ചില്ല, സുന്ദരിയ. ഓക്കെ, സോ അങ്ങനെ ഇവിടെ എല്ലാം വേണ്ടതെല്ലാം ഒരു ഹോട്ടലിൽ പോലും നമുക്ക് ഇത്രയും കിട്ടത്തില്ലതാ. പിന്നെ ട്രഡീഷണൽ എന്താ പറയുക, ഇത് ഇരിക്കുന്ന ഇതൊക്കെയുള്ളത് ഞാൻ പറഞ്ഞത് ഐ ഷോ യു. കാരണം ട്രഡീഷണൽ ഒരു സെറ്റപ്പുമാണ്. നോക്ക്, സി വുഡ് ആൻഡ് റൂഫ് ആൻഡ് ഓൾ എവറിത്തിങ് ഐ ലവ് ഇറ്റ് ആക്ച്വലി റിയലി. അല്ലെങ്കിൽ ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു ഇത് ശരിക്കും ഞാൻ ഡെസ്പായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് വളരെ സെൻസിറ്റീവാണ്, ചെറിയൊരു കാര്യം മതി ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നിനും. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം അവിടെ എല്ലാവരും നല്ല മിങ്കിൾ ചെയ്ത്. അതുപോലെ തന്നെ വേറൊരു ഫോറിനൊക്കെ പരിചയപ്പെട്ടായിരുന്നു. ഞാൻ പറഞ്ഞ രാത്രി പുള്ളിക്കാരനാണെങ്കിൽ ഇന്ന് അവിടെ ഒരു ഈവൻറ്റ് നടക്കുന്നുണ്ട്, അതിന് എന്നെ ക്ഷണിച്ചതായിരുന്നു. ഞാൻ കാണിച്ചായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്നിരുന്ന് ഞാൻ പോയാണ്. പിന്നെ ഈ ടോക്കിയോയിലുണ്ട്, അതായത് അടുത്ത മാസം എപ്പോഴാണ്. പക്ഷേ ഞാൻ 14th വരെ ഉള്ളൂ ഇവിടെ.
2 മാസമാകും അപ്പോഴത്തേക്ക്. ഓക്കെ, സോ അങ്ങനെ ഒരു സംഭവം കൂടെ. പിന്നെ മേപ്പോട്ട് കയറണം, ക്ലൈംബ് ചെയ്യാൻ. ഓക്കെ, ഡിസൈഡ് ഓൾ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഐ റെക്കമെൻഡ് യു ദിസ് ഡെഫിനറ്റ്ലി. ഹിമേജിയിൽ വരുന്നവർക്കാണെങ്കിൽ യു ക്യാൻ. ദാറ്റ് ഇസ് ഇറ്റ്സ് വെരി വൺ ഹോഴ്സ് ഉണ്ടെന്നുള്ള അതിൻ്റെ പേര്. ഞാൻ സാധാരണ മറ്റേ അവരെക്കുറിച്ച് ഇന്നലെ പറഞ്ഞപ്പോഴും ഞാൻ അവരുടെ പേരോ അവരുടെ ഹോസ്റ്റലിനോ ഒന്നും പറയത്തില്ല. കാരണം വെച്ചാൽ മേ ബി അത് താല്പര്യം, അത് അങ്ങനെ കുറഞ്ഞ് ഒരിതിന് അങ്ങനെ ആൾക്കാരുണ്ടാവും, അവർക്ക് കസ്റ്റമർ ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടാണല്ലോ റൺ ചെയ്യുന്നത്. ഞാൻ ഉള്ളി തിങ്ങി കോപ്സിനോട് ചോദിച്ചു ഇറ്റ്സ് ലീഗൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, സോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അല്ലാതെ എന്താ പറയുക, ഞാൻ കോഫി ഉണ്ടാക്കാൻ വന്നിട്ട് സോ അതുകൊണ്ട് നമ്മൾ ആരെയും കുറിച്ച് കുറ്റം പറയാൻ നമ്മുടെ തെറ്റാണ്. നമ്മൾ ശരിക്കും നോക്കിയെടുക്കാഞ്ഞത്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ടൈം കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല. ഓഫ് കോഴ്സ് അതൊക്കെ മാറ്റർ ഓഫ് ടൈമാണ്. എന്നാൽ പോലും പറ്റിയത് പറ്റി. എൻ്റെ എത്രയും പൈസയും പോയി. ഓക്കെ, അറൗണ്ട് 50,000 എന്നിനടുത്ത് പോവുകയും ചെയ്തു. ഓക്കെ, സോ അത് ഒന്നുമില്ല. ഞാൻ ഓൾറെഡി മെയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ booking.com വഴിയാണ്. കാരണം അവരുടെ ഒരു നല്ലൊരു ക്ലയൻ്റാണ് ഞാൻ. സോ ഞാൻ ഓൾറെഡി അവർ ചെക്ക് ചെയ്യട്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സോ അതെന്തായാലും അങ്ങനെ അത്രയേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് നമ്മളിപ്പം എനിക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ എടുത്തിട്ട് വൈറലാക്കി ഞാൻ അങ്ങനെയായി, ഞാൻ അവിടെ നിന്ന് പോയി, എനിക്ക് അങ്ങനെ ഒക്കെ പറയാം. സോ അങ്ങനെയൊന്നും നമ്മൾ എക്സ്ട്രാഗ്രേറ്റ് ചെയ്തൊന്നും എനിക്ക് ഞാൻ പറയില്ലേ. പതുക്കെ മതി, പതുക്കെ ആൾക്കാർ കണ്ടാൽ മതി. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വളരെ സത്യസന്ധമായിട്ടുള്ള വീഡിയോസേ വരിട്ടുള്ളൂ. കാരണം ഞാൻ കാണുന്നു കേൾക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും വ്യൂസിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാടൊക്കെ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെയൊന്നും ഐ ക്യാൻ ഡു. ബിക്കോസ് ഞാൻ ഇതിനകത്ത് വന്നെന്നും പറഞ്ഞ് ഞാനല്ലാണ്ടാവില്ലല്ലോ. ഓക്കെ, ഐ ഹാവ് സം എന്താ പറയുക, നമുക്ക് സം ക്വാളിറ്റീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഐ വിൽ ബി വെരി മച്ച് എന്താണ് ഇതൊക്കെ. പെൺപിള്ളേർക്ക് ഐലാഷസ്, ഞാനും പെണ്ണാണ്, ഞാനൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ആകെ ഒരു ലിപ്സ്റ്റിക്കാണ് വലിച്ചു കയറ്റിട്ട്. അല്ലാതെ കൊണ്ട് എനിക്കിതൊന്നും കണ്ണ് തന്നെ കണ്ട് ഇപ്പോഴാണ് വെളുക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഇത്തിരിയൊക്കെ നല്ലതെ. ഓക്കെ, സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിവേ, ബട്ട് ഐ ലവ് ഇറ്റ് സീ പെൺപിള്ളേരൊക്കെ നന്നായിട്ട് ഒരുങ്ങി. ഇവിടെ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നന്നായിട്ട് നടക്കുന്ന ആ കൊതി വരും കേട്ടോ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഓർക്ക് ആരെങ്കിലും എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്തിരുന്നെങ്കിൽ മേക്കപ്പ് ചെയ്താൽ കൊള്ളത്തില്ല. ഇത് തന്നെ വലിച്ചാലും കൊള്ളത്തില്ല. ഒറിജിനൽ ലുക്കാണ് നല്ലത്. നാച്ചുറലി ഒന്നും ചെയ്യാതെ ഈ ലിപ്സ്റ്റിക്ക് ഇടേണ്ട ഒരു കുന്തും ഇടായിരുന്നു വളരെ മച്ച് ബെറ്റർ ഐ തിങ്ക്. ഓക്കെ, സിയാ ബൈ. ഒത്തിരിയായി. ഓക്കെ, സോ ഓൾറെഡി 4:30 കഴിഞ്ഞ് എനിക്ക് വിശക്കുന്നു. ബൈ. കോഫി ടൈം. ഓക്കെ, ബൈ. സിയാ. ആൻഡ് ഇറ്റ്സ് മീ Lu and you are watching. ഇപ്പം അവിടുത്തേലും നല്ലതാട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴൊക്കെ ഫുള്ള് ഷോപ്സൊക്കെ ഉണ്ട്. ഫുള്ള് ഷോപ്പിംഗ് സ്ട്രീറ്റ്സാണ്. ഇവൻ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനകത്താണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ക്രോക്കറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഞാൻ എവിടെ പോയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യഹോവയിൽ വെച്ചിട്ട് നല്ല കപ്പും സോസറും ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബ്ലാക്ക്. പക്ഷേ എങ്ങനെ കൊണ്ടുപോകാനാ, ഒരു രക്ഷയില്ല. അല്ല തന്നെ ഞാനുൾപ്പെടെ ഓവർ വെയ്റ്റ് എൻ്റെ ലഗേജ്. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ, ഒരുപാട് ബ്യൂട്ടിഫുൾ. നല്ല ബോട്ടിക്സ്, നല്ല ബാഗ്, നല്ല കുക്ക് വെയർ. എനിക്ക് ഇവിടുത്തെ കുറേ കുക്ക് വെയർ മേടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല. നല്ലൊരു കിറ്റിൽ വേണമെന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അത് കൈ പിടിച്ചുകൊണ്ട് പോയാൽ നോക്കണം എയർപോർട്ടിൽ. കാരണം എനിക്ക് ഇപ്പം എന്താ പറയുക, കുറേ കാലമായിട്ട് ഹോട്ടൽ ജീവിതം ആയതുകൊണ്ടേ കെറ്റിലുണ്ടാക്കി കാപ്പി കുടിച്ച് അപ്പം അതൊരു ശീലമായി കേട്ടോ. നല്ല അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണാടി നോക്കാൻ സമയം കിട്ടില്ല. ഒരു കണ്ണാടി ഇരിക്കുന്ന നോക്കിയാൽ നല്ല സൂപ്പർ നല്ലതുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ കുസീൻസ് ഇല്ലേ, അത് ഓക്കെ. തിങ്സ് നൈസ്. നല്ല കുക്ക് വെയർ.
നല്ല കെറ്റിൽസ് ഇതൊക്കെ മേടിച്ചോണ്ട് എങ്ങനെ പോകണം. നല്ല കെറ്റിൽസ് സ്റ്റീലിൻ്റെ ഉണ്ട്. നോർമലി സ്റ്റീൽ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള ടൈപ്പ് സ്റ്റീലിൻ്റെ ഉണ്ട്. ഞാനില്ല, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. നമുക്ക് നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ. ഒക്കെ വുഡൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ കുറേ ഉണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് ഞാനൊരു ഷോപ്പിംഗ് ബോർഡൊന്നും മേടിച്ചുകൊണ്ട് പോകണം. എനിക്ക് കാണുമ്പോൾ മേടിക്കാൻ തോന്നുന്നു, എവിടെ വെച്ചുകൊണ്ട് പോകുന്നുള്ള കുഴപ്പമുള്ളൂ. ഫ്രൂട്ട് ബാസ്ക്കറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്, കുറച്ച് കളക്ഷൻസൊക്കെ ബാസ്ക്കറ്റൊക്കെ. പക്ഷെ ഇവിടുത്തെ ആ ചോപ്പിങ് അറിയാമല്ലോ, നല്ല നൈഫും ചോപ്പിങ്ങും കാണുമ്പോൾ കൊതിയാവും. ടൊമാറ്റോ ഒക്കെ മേടിച്ച് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ. ഓക്കെ, സോ നല്ലൊരു ഓഫ്കോഴ്സ്. ഓക്കെ, ഞാനില്ലെങ്കിൽ അത് മിസ് ചെയ്യാൻ. അതിങ്ങനെ അവിടെ 7 ദിവസമായിട്ട് ചുമ്മാ കിടന്ന് ഇറങ്ങുമായിരുന്നു, പകുതിയും ടൈം വേസ്റ്റ് ചെയ്തു. ഓക്കെ, സോ ഇത് നല്ല സ്പൂൺ ഫോർക്ക്, അതെൻ്റെ വേറെ വീക്ക്നെസ്സാണ്. ഇത് ഞാൻ കുറേ കഴിഞ്ഞ തവണ മേടിച്ചിട്ടുണ്ട്. ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നത് ഇതുവരെ തുറന്നിട്ടില്ല. എന്നോട് ചോദിക്കുന്നത് എന്തോത്തിനെ മേടിച്ചുകൊണ്ടൊന്ന് കാണാനാണ്. നൈഫിന് ഭയങ്കര വിലയാണ് ഇവിടെ കേട്ടോ. ഈ കാണുന്ന ചോപ്പിംഗ് നൈറ്റ് ഞാൻ നോക്കി, നൈഫ് നോക്കി ഞാൻ ഒസാക്കയിലും ഒക്കെ നോക്കിയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കുറേ ഷോപ്സിലൊക്കെ പോയി എടുത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഡാമാസസ് മെയ്ഡ് ഇൻ ജപ്പാൻ, അതിന് പറയുന്ന പേര് ഡമാസ്കസ് ആയിരിക്കും. DAMASCS ആണ്. അപ്പം ഡമാസ്കസ് നൈഫ് അയണം. ക്യാഷർ നിൽക്കുന്നതിന് എന്തൊരു പവറിലാണ് നിൽക്കുന്നതെന്ന്. ക്യാഷർ നിൽക്കുന്നതിന് എയർപോർട്ടിൽ വയലത്തിരിക്കുന്ന പോലെ അവര് കേൾക്കേണ്ട തല്ലിക്കൊല്ലും. അല്ല നോക്കി ചില പൈലറ്റൊക്കെ വരുന്ന ലുക്കിലാണ് ക്യാഷർ നിൽക്കുന്നത്. നല്ല നൈഫ് സിസറുണ്ട്. ഓക്കെ, നോക്കാം. ആൾക്കാർ ചുമ്മാണ് എന്നെ തല്ലിക്കൊല്ലും. നല്ല സൂപ്പ് ഹൗസ് നല്ല വിലയുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നല്ല സൂപ്പ് ഹൗസ് ഇവിടുത്തെ 2400 ആയിരുന്നു. ഓക്കെ, സൂപ്പ് ബൗൾ സത്യം പറഞ്ഞാൽ എനിക്ക്. ഓക്കെ, ഞാനിവിടെ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജ്യൂസും വെള്ളമേ കുടിക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് വൈൻ ഗ്ലാസസും എൻ്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ മുമ്പത്തെ ഒരു എപ്പിസോഡ്സിലും പറഞ്ഞായിരുന്നു. അത് ഒക്കെ പോയതുകൊണ്ട് ഇനിയും പറയാം കേട്ടോ. നല്ല വൈൻ ഗ്ലാസസിൻ്റെ ഇത് എന്താ പറയുക, കഴിക്കുന്ന എല്ലാം ഉണ്ട്. പക്ഷേ വീട്ടിലാരും ജ്യൂസോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും എൻ്റെ കയ്യിൽ എല്ലാ കളക്ഷനും ഉണ്ട്. ഓക്കെ, എന്തിനാണ് നമ്മൾ ജ്യൂസ് കുടിച്ചുകൂടെ? വെള്ളമല്ല, ഞാൻ ജ്യൂസേ കുടിക്കത്തുള്ളൂ. ഇങ്ങനെ തന്നെ മേടും. എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ കുടിക്കുന്നത് ഓറഞ്ചും ഗ്രേപ്സ്, പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ വാട്ടർമെലൺ. അതാണ് എൻ്റെ ഫേവറേറ്റ് ജ്യൂസ്. അതാകുമ്പോൾ നോ ഷുഗർ നോ വാട്ടർ. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കുടിക്കും. ബാക്കി മോമിനെ ഫ്രൂട്ട്സിൻ്റെ ഒന്നുമേ കഴിക്കില്ല. എൻ്റെ പുള്ളിക്കാരനെ കട്ട് ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടെ നടക്കാൻ ഇപ്പോൾ കാസിലുണ്ട്. കാസിലാണ് കാസിൻ്റെ തൊട്ട് ബാക്കിലാണ്, മുമ്പിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് മാറിയാണ് താമസിക്കുന്നത്. അങ്ങോട്ട് വരുന്നിട്ട് അന്ന് ഞാൻ വന്നിട്ട് ഞാൻ തിരിച്ചങ്ങ് പോവില്ലായിരുന്നു. കാര്യം 1 hour ട്രാവൽ ചെയ്യണമെന്നും പറഞ്ഞ് ഒസാക്കയെന്നായിരുന്നു വന്നത്. അല്ല, ഇവിടുന്ന് തന്നെയായിരുന്നു വന്നത്. യെസ്, ഇവിടെ വന്നിട്ട് സെക്കൻഡ് ഡേ ആയിരുന്നു വന്നത്. അപ്പോൾ നല്ല ക്യൂട്ട് ഗ്ലാസസ് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ നന്നായിട്ടുണ്ടായിരുന്നു. കാഷ്യർക്ക് എന്നെ അങ്ങ് വിളിച്ചു നിന്ന് പറയുന്നു അവിടെ ഒന്ന് പോസ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ.
ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇതുപോലൊരു ഈവനിങ് ഇമേജി കാസിൻ്റെ മുന്നിൽ വന്നിരിക്കുമെന്നോ നിങ്ങളോട് സംസാരിക്കുമെന്നോ ഒന്നും കാരണം ഒരിക്കലും വിചാരിച്ചില്ല. ദാറ്റ് ഈസ് ഡെസ്റ്റിനി. എന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ആയിട്ട് ആരുമില്ല. ഒരു എന്താ പറയുക, ജോഗിങ് പോകുന്ന ആക്ച്വലി ഞാൻ ഡ്രസ്സ് ആയതുകൊണ്ട് ഒന്നും എന്താ പറയുക, സൂക്കേസ് ഒന്നും ഉറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, മീൻസ് അതിനുള്ള ടൈം കിട്ടുന്നില്ല ഞാൻ ഓട്ടോ. സോ അത് തന്നെ ഇട്ടത് ഇത് തന്നെ ഇടുന്നു. ഓക്കെ, സോ അതർവൈസ് ഐ വിൽ നെവർ റിപ്പീറ്റ് എൻ്റെ കഴിഞ്ഞ ഒരു 437 എപ്പിസോഡ്സിലും 457 457 ഇല്ല 473 ഓക്കെ സോറി 473 എപ്പിസോഡ് പോയതിനകത്തും ഞാൻ ഒരിക്കൽ പോലും ഞാൻ എന്താ പറയുക റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ബട്ട് ബിക്കോസ് എന്ത് ചെയ്യാനാ, എനിക്ക് തന്നെ ഒരു മൂഡില്ല. ഒന്നും 2 സൂട്ട്കേസ് അനക്കാതെ അങ്ങനെ വെച്ചേക്കുന്നു. പിന്നെ ഒരെണ്ണം ഉള്ളത് കൊണ്ട് നടക്കുന്നേ ഉള്ളൂ, തുറക്കുന്ന പോലും ഇല്ല. ഓക്കെ, സോ അത് വിട്, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ആൾക്കാർ ജോബും ചെയ്യുന്നു ഭയങ്കരമായിട്ട്. അതായത് എന്താ കാര്യം വെച്ചാൽ ഇത് നോക്കി, ഇത് ഒരു സിറ്റിയാണ്, എന്താ പറയുക, പാർട്ട് ഓഫ് കൊബെ, നിയർ ടു ഒസാക്ക, എവറിത്തിങ് ഈസ് നിയർ ആൻഡ് ക്യോട്ടോ. പക്ഷേ നോക്കി, ഇതാണ് മെയിൻ സിറ്റി റോഡിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ട്രാഫിക് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. സോ ഇതുപോലൊരു ഈവനിങ്, ബ്യൂട്ടിഫുൾ ഈവനിങ്. കാസിൽ കുറച്ചുകൂടെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ എന്തോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ ഞാൻ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോയില്ല, അതാണ് ബ്രിഡ്ജ്. ഓക്കെ, സോ റോഡ് 2 സൈഡിൽ നിന്ന് വയ്ക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ, നല്ല നമുക്ക് നിശ്ചലമായി കിടക്കുന്നു തടാകം. ഓക്കെ, സോ കാസിൽ അവിടെ കാണാനേ ചെറുതായിട്ട് കാണാൻ ഞാൻ ഇരിക്കുന്നതുകൊണ്ട്. ഓക്കെ, സോ നല്ലൊരു ബ്യൂട്ടിഫുൾ ഈവനിങ്, നല്ലൊരു ഒന്നും ചെയ്യാതെ 2-3 ദിവസമല്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒന്നും എന്താ പറയുക, ഒരു നല്ല ഉണ്ടല്ലേ, കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ലൊരു ഓട്ടത്തിലും പിന്നെ കുറച്ച് ടെൻഷനിലും ഒക്കെ ആയിരുന്നു. സോ ഐ വാണ്ട് ആക്ച്വലി ഞാൻ ഇവിടെ തിരിച്ച് വരണമെന്നല്ല, ഞാൻ കോബയെ കണ്ടിന്യൂ ചെയ്യാൻ കാരണം തന്നെ കുറച്ചുകൂടെ റിലാക്സ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. നല്ല ലീവ്സ് കേട്ടോ, നല്ല ലീവ്സ് നല്ല ഉണ്ട്, നല്ല ടെൻഡറായിട്ടുണ്ട്, നല്ല സോഫ്റ്റ്. കൊച്ചുങ്ങളൊക്കെ ഓടുന്നു വന്നിട്ട് എനിക്ക് വയ്യ. ഞാൻ ഈ സമയത്തൊക്കെ ആണെങ്കിൽ ഞാനവിടെ ഓടിയാൽ ഞാൻ ഇതുപോലെ ഇരുട്ടായി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുത്തുള്ളൂ. കാര്യം ഇറങ്ങാനാ മടി, ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്വിച്ച് ഇട്ട പോലെ മോടുന്നു. ഓക്കെ, നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഭയങ്കരമാണ്. കാരണം അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ഓടിക്കണം സ്വിച്ച് ഇട്ട പോലെ. കുറച്ച് നടക്കാം, ചുമ്മാ ഇങ്ങനെ ഇരുന്നാലും ശരിയാവില്ല. നല്ല ഇപ്പോൾ അവിടെ കാസിലിൻ്റെ അവിടെ ലൈറ്റ് വന്നു കേട്ടോ. വെള്ളക്കൊട്ടാരം, എൻ്റെ മായ കൊട്ടാരം. ഇത് ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് വിഷ്വൽ ഫോർ എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സി നൈറ്റ് വ്യൂ ഇമേജി കാസിൽ. എല്ലാ കാസിലും രാത്രി പോകാൻ പറ്റില്ല, ഇതാവുമ്പോൾ ഞാൻ സോ ബ്യൂട്ടിഫുൾ. ഇതിനകത്ത് കണ്ടിട്ടൊന്നുമല്ല. സി
ശരിക്കും ആ വൈറ്റ് ബ്യൂട്ടി, വൈറ്റ് ഹീറോയിൻ, ശരിക്കും ഒരു ഹീറോയിനാണ് കേട്ടോ. പ്രിൻസസ് ലൈക്ക് so exclusive for you only. Okay, and it's me Lou, you are watching. പകലാണെങ്കിൽ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല കേട്ടോ. എവിടെയും ട്രസ് പാസിങ് ആണല്ലോ എൻ്റെ ഒരിത്. ഓക്കെ, സി ഞാൻ കുറച്ചുകൂടെ നിങ്ങളെ കൊണ്ടുപോയി കാണിക്കാൻ. അവിടെ പോയി നിന്നാലേ അതിൻ്റെ താഴെ നിന്നേ പറ്റുള്ളൂ, കാണാൻ പറ്റില്ല. ഓക്കെ, ഇത് ഈ ഗ്രൗണ്ട് മൊത്തം എടുക്കാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. ഓക്കെ, സോ ആരെങ്കിലും വന്ന് ഓടിക്കുന്നതിന് മുമ്പ് എൻ്റെ കറുത്ത ഡ്രസ്സായിട്ട് പെട്ടെന്ന് കാണില്ല. ഓക്കെ, സി കണ്ട, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മതിൽ ചാടി വന്നത്. അവിടെ ബാരിയറുണ്ട്. സി അങ്ങനെ നിങ്ങൾക്ക് ട്രോളാൻ ഞാൻ നിന്ന് തരത്തില്ല, ഞാൻ സ്വന്തമായിട്ട് ട്രോള് തന്നെ. ഓക്കെ, ഒരു ചെമ്പരത്തിപ്പൂവും വെച്ചിട്ട് ഓടാൻ തോന്നുന്നു. ചെമ്പരത്തിപ്പൂവല്ല, സക്കൂറയുടെ വേറൊരു പിങ്ക് വേഷം. സൂപ്പർ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതാ പോകുന്നിരിക്കുന്നില്ല. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിനിപ്പം നോക്കും നിങ്ങൾ, മനുഷ്യന്മാർ ആള് നടന്നു പോകുന്നു റോഡെത്തിയപ്പം. ഓക്കെ, അയാളെന്നെ ഇങ്ങനെ അന്യഗ്രഹ ജീവിയെപ്പോലെ നോക്കുന്നു. കാരണം ഒരു മനുഷ്യനില്ല ഈ സമയത്ത് ഇങ്ങനെ നടക്കുന്നവരെണ്ണം നോക്ക്. രാത്രിയിൽ സക്കൂറ നമ്മുടെ പിങ്ക് എന്താ കുറേയൊക്കെ പൊഴിഞ്ഞു കേട്ടോ, ഇതാക്കി തുടങ്ങി. സോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ യു. വേണ്ടേ, ഹിമേജി ഗ്യാസിൻ്റെ മുമ്പിൽ നിന്ന്. ഓക്കെ, ബൈ. ഇവിടെ 6:30 ആയപ്പോഴേ എന്താ പറയുക, സോറി, ഷോപ്സൊക്കെ അടച്ചു കേട്ടോ. എല്ലാ ഷോപ്സും അടച്ചു. ലൈറ്റ് കാണുന്നുണ്ട്, പക്ഷേ ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. നമുക്ക് ഗ്ലാസ്സിൽ കൂടെ കാണാം. ലൈറ്റ് ഓഫ് ചെയ്യില്ല കേട്ടോ. ഓ, ഡർബാർ eat drink. Oh, it's an Indian restaurant. Okay, see, that is open. Okay, oh, this one. Okay, ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ പറഞ്ഞില്ല. ഓ, അവരുടെ തന്നെയാണ്. ഓക്കെ, ഞാൻ ഇവിടെ എത്തി. സോ അവരോട് ഹായ് പറഞ്ഞിട്ട് പോകും. ഞാൻ വന്നിട്ടുണ്ട്, അവർ തന്നെയാണോ എന്ന് അറിയത്തില്ലേ. ഹലോ, that's me again. याद है ना? ओके, और कैसे है? मैं आज आया और अगेन आए. സെയിം അവർ തന്നെയാണ്. ഓക്കെ, സോ ആജ് ആയ मैंने. ഓക്കെ, സോ ഇറ്റ്സ് ഓക്കെ, ബൈ. ഇവിടെ ഓരോ കാര്യത്തിൽ എത്ര ശ്രദ്ധയാണെന്നുള്ളത് ഞാൻ അവിടെ നിന്ന് ക്രോസ് ചെയ്തപ്പം കിട്ടും. ഇതാ അദ്ദേഹം സ്റ്റാഫ് പുള്ളിക്കാരൻ ഓരോ മരത്തിൻ്റെയും അവിടെ നിന്ന് എല്ലാം കത്തുന്നുണ്ട്, ലൈറ്റെല്ലാം ഇതാകുന്നുണ്ടോ എന്നെല്ലാം നോക്കി എഴുതുകയാണ്. ഓക്കെ, സോ ഓരോ ട്രീയുടെയും താഴെ വരുമ്പോഴത്തേക്ക് അതുപോലെ എല്ലാ ഈ സമയത്തും നോക്ക് എത്ര ശ്രദ്ധ ഓരോ കാര്യത്തിലും.
റെഡ് ലൈറ്റ്. സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത്, ഇനി അടുത്ത് അങ്ങോട്ടും ഉണ്ട്, ഇവിടുന്ന് അങ്ങ് വരെ ഉണ്ട്. സോ അത് അപകടമല്ല. ഇപ്പുറത്ത് വന്നു. ഞാൻ വിചാരിച്ച പയ്യനെ ഇപ്പുറത്ത് വന്നു, എൻ്റെ കൂടെ ഇപ്പുറത്ത് വന്നു. ഓരോ ട്രീയുടെ അടുക്ക പോയി.